നമസ്കാരം. നന്ദുകാവാലമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പം നടക്കാൻ പോകുമ്പോഴോ വഴിയിൽ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ഗസ്റ്റിനോടോ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, സുഖമാണോ? ഇതിന് മറുപടി മിക്കവാറും പേരും പറയുക, കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗറുണ്ട്, ബാങ്കിൽ ലോണുണ്ട്, അതുണ്ട്, ഇതുണ്ട്, വയ്യ, ആകപ്പാടെ ക്ഷീണമാണ്, മൊത്തത്തിൽ ആകപ്പാടെ ഒരു സുഖമില്ല. അടുത്തിടെ ഉക്രൈനിൽ ഈ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ എനിക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഒരു വീഡിയോ കോൾ ചെയ്തു. ഞാൻ വിളിച്ചു, ഹൗ ആർ യു? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ മറുപടി എൻ്റെ കണ്ണ് തുറപ്പിച്ചു. പുള്ളി പറയുകയാണ്, യുദ്ധം നടക്കുന്ന സ്ഥലമാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്, എൻ്റെ രാജ്യം പൊരുതിക്കൊണ്ടിരിക്കുകയാണ്, റഷ്യക്കാർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ചെറിയ ചെറിയ ഈ ചില വസ്തു ഇടപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി, അതിൽ ഞാനും കുറച്ച് യുദ്ധത്തിന് സഹായിക്കാനൊക്കെ ആയിട്ട് പോയിരുന്നു. അതുകൂടാതെ ഞാൻ അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഞാൻ ഈ ഉണ്ടാക്കിയ കാശ് കുറച്ചൊക്കെ വിതരണം ചെയ്തു, കുറച്ച് ഭക്ഷണമെല്ലാം കൊടുത്തു, അങ്ങനെ ആവശ്യമുള്ളക്കാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ഞാനൊരു വിദേശ യാത്രയിലാണ്, ഞാനും എൻ്റെ മകനും ഉള്ള പൈസ കൊണ്ട് ഞങ്ങളിങ്ങനെ അടുത്തുള്ള കുറേ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് അങ്ങനെ സുഖമായിട്ട് കഴിയുന്നു, മൊത്തത്തിൽ സുഖം. ഇങ്ങനെ പറയുന്ന ഏതൊരു മലയാളി ഉണ്ടാവും നമുക്ക്? ആരോട് എന്ത് ചോദിച്ചാലും പരാതി, പരിഭവം. ഒരു കാരണവശാലും നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. ഇപ്പം എനിക്കറിയാവുന്നൊരു സുഹൃത്തും ഭാര്യയുണ്ട്. അടുത്ത കാലത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒട്ടും വയ്യടാ, ആകെപ്പാടെ ടെൻഷനാണ്, മക്കൾ വിദേശത്ത്, അവർ എങ്ങനെ അവിടെ കഴിയുന്നെന്നറിയില്ല, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും അതൊക്കെ. 4-5 വീടൊക്കെ ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട്. മക്കൾ വിദേശത്ത് പറയുമ്പോൾ അമേരിക്കയിലും ജർമ്മനിയിലൊക്കെയാണ്. പിന്നെ അടുത്തിടെ നോക്കിയപ്പോൾ കൊളസ്ട്രോൾ 900, ഷുഗർ 850. ചുമ്മാ ഇതൊന്നുമില്ല, നമ്മളെന്തെങ്കിലും കണ്ണു വെച്ചാലോ എന്നുള്ള പേടിയാണ്. അടുത്ത ആഴ്ച ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ വിളിച്ചപ്പം മറുപടി അവിടുത്തെ ആരോ എടുത്തിട്ട് പറഞ്ഞു, അയ്യോ ചേട്ടനും ചേച്ചിയും കൂടി ഇപ്പോൾ ജർമ്മനി പോയിരിക്കുക. ഒരു പ്രശ്നവുമില്ല, നമ്മളെങ്ങാനും അത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണു വച്ചാലോ എന്നുള്ള ഒരു പേടിയാണ്. എല്ലാ ജാതിയിലും മതമുള്ളവർക്കുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇത്. വിദ്യാഭ്യാസം കൂടിയവർക്കാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ നാളെ മുതൽ തീരുമാനിക്കുക, എങ്ങനെയുണ്ട്, ഹൗ ആർ യു എന്നൊരാൾ ചോദിക്കുമ്പം സുഖം, നന്നായിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഗൾഫിലായിരുന്നു, തിരികെ വന്നു, കുറച്ച് സമ്പാദ്യമേ ഉള്ളൂ, മലയാളി കമ്പനിയിലൊക്കെയാണ് വർക്ക് ചെയ്തത്, കുറച്ച് സമ്പാദ്യങ്ങളേ ഉള്ളൂ, പക്ഷേ എനിക്ക് 4 കാറ് മേടിക്കണം എന്ന് ആഗ്രഹമില്ല, എനിക്ക് 2 ഫ്ലാറ്റ് മേടിക്കണം എന്ന് ആഗ്രഹമില്ല, എനിക്കൊരു വില്ല മേടിക്കണം എന്ന് ആഗ്രഹമില്ല, എസ്റ്റേറ്റ് മേടിച്ചിടണം എന്ന് ആഗ്രഹമില്ല. എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ചെന്നെത്താൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കുറച്ച് യാത്രകളൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള പൈസ സമാഹരിച്ച് വയസ്സുകാലത്തേക്ക് എന്തെങ്കിലും ചികിത്സ വല്ലതും വേണ്ടി വന്നാൽ ആ ഒരു തുകയും കൂടി കരുതുക എന്നുള്ളതല്ലാതെ നാളത്തേക്ക് കരുതലായി ഒന്നും മാറ്റി വയ്ക്കാൻ എനിക്ക് പ്ലാനില്ല. ഇന്ന് നിങ്ങൾ ജീവിക്കുക, നാളത്തെ കാര്യം നാളെയല്ലേ, നാളെ എഴുന്നേറ്റാലല്ലേ ഉള്ളൂ ബാക്കി കാര്യം. രാത്രി കിടന്നുറങ്ങുന്നതിനിടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകാം, കേരളമാണ്, ഭൂകമ്പം ഉണ്ടാകാം, എന്തെല്ലാം കാര്യങ്ങളുണ്ടാവാം, ഒന്നും വേണ്ട, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാമല്ലോ. അപ്പോൾ ഇന്ന് സുഖമായിട്ട് നിങ്ങൾ ജീവിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്ത് സുഖമായിട്ട് ജീവിക്കുക. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം പെർഫെക്റ്റ്ലി ഹാപ്പി എന്ന് പറയുക. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.